ഏത് സമയത്താണ് പഠിച്ചവനെ എങ്ങനെയാണ് മരിക്കുന്നതെന്ന് പറയാൻ ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും കഴിയുമോ? എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവേ, യൂസഫ് അബ്ദുള്ള എന്ന് പറയുന്ന ഒരു പൊന്നുമോൻ കഴിഞ്ഞ ദിവസമാണ് തന്റെ ഉമ്മാന്റെ കൂടെ തന്റെ സഹോദര സഹോദരിമാരോട് കൂടെ അല്ലാഹുവേ ഒരു യാത്ര പോയതാണ്. എന്റെ പ്രിയമുള്ളവരെ, സ്കൂളുകളൊക്കെ വെക്കേഷൻ ആണല്ലോ, സ്കൂളുകളിലൊക്കെ വെക്കേഷൻ ആണല്ലോ. എല്ലാവരും പല പല സ്ഥലങ്ങളിലേക്ക് യാത്ര പോവുകയാണ്, വിരുന്നിന് പോവുകയാണ്. പടച്ചറബേ, ചെറിയ പ്രായമാണ് എന്റെ പ്രിയമുള്ളവരെ, 14 വയസ്സേ പ്രായമുള്ളൂ. ചെറിയൊരു കൊച്ചുകുട്ടിയാണ്. അല്ലാഹുവേ, തന്റെ ഉമ്മയും തന്റെ കൂടെ പിറപ്പുകളും എല്ലാവരും ഉണ്ട്. ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്, ആനന്ദത്തിന് വേണ്ടിയിട്ട് പടച്ചവനെ അവിടുന്ന് തന്റെ തന്റെ കൂടെ പിറപ്പുകളോടൊപ്പം അല്ലാഹുവേ ഒരു യാത്ര പോയി. അവിടുന്ന് ഒരു വിനോദ യാത്ര നടത്തി. പടച്ചറബേ, പെട്ടെന്നാണ് അവിടെ വെച്ചിട്ട് ഹൃദയാഘാതം സംഭവിക്കുന്നത്. ആ പൊന്നുമോന് ലോകത്തോട് വിട പറഞ്ഞ വാർത്തയാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ കേട്ടത്. അല്ലാഹുവേ, ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ ഒരു അവസ്ഥയൊക്കെ, ഈ ഒരു അസുഖമൊക്കെ ആർക്കാ കടന്നു വരുന്നത്? പ്രായം ചെന്നു പോയ ആളുകൾക്കാ. ഇന്ന് കൊച്ചുകുട്ടികളെന്നോ പ്രായം ചെന്നവരെന്നോ എന്നില്ല, എല്ലാവർക്കും ഇതുപോലത്തെ പ്രയാസങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഹൃദയാഘാതം മൂലമാണ് ആ പൊന്നുമോന് ലോകത്തോട് വിട പറഞ്ഞു പോയത്. യാത്രയ്ക്ക് വേണ്ടിയിട്ട് പോയ കുടുംബമാണ്. സങ്കടത്തോടെ വേദനയോടെ പടച്ചറബേ തിരിച്ചു വരികയല്ലേ. അല്ലാഹ്, എല്ലാവരും ഒന്ന് ഒരുമിച്ചിട്ട് സന്തോഷത്തോട് കൂടെ ആനന്ദിക്കാൻ വേണ്ടി കടന്നുപോയി. എല്ലാവരും ആവേശത്തോടെ കടന്നുപോയി. എന്നാ പടച്ചറബേ, ഏറെ ദുഃഖത്തോടെയാണ് അവരവിടെ തിരിച്ചു വരുന്നത്, ഏറെ സങ്കടത്തോടെയാണ് തിരിച്ചു വരുന്നത്. പടച്ചറബേ, ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അല്ലാഹുവേ, ജീവനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അതാണ് പറഞ്ഞത്. ഏത് രൂപത്തിലാണ്, എങ്ങനെയാണ്, ഏത് രൂപത്തിലാണ്, ഏത് കോലത്തിലാണ്, ഏത് ഭാവത്തിലാണ് നമ്മുടെ മുമ്പിലേക്ക് മരണം കടന്നു വരുന്നതെന്ന് പറയാൻ ഈ പറയുന്ന എനിക്കോ നിങ്ങൾക്കോ കഴിയുമോ? എന്റെ പ്രിയമുള്ളവരെ, ഇതാണ് മനുഷ്യന്റെ അവസ്ഥ. ഈ കൊച്ചു കുട്ടിക്ക് വരെ ഇന്ന് ഹൃദയാഘാതം. നമ്മൾ ഇതുവരെയും കേട്ടിരുന്ന ആർക്കാണ്? പ്രായം ചെന്ന ആളുകൾക്ക് ഈ അസുഖം വന്ന് മരണപ്പെട്ടു, പ്രയാസം മരണപ്പെട്ടു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ കൊച്ചു കുട്ടികൾക്ക് വരെ ഇന്ന് ഇത് വരുന്നു. ആലോചിക്കണം നമ്മുടെ കാലത്തിന്റെ പോക്ക്. ഇന്ന് മനുഷ്യന്റെ ഈ ഒരു നമ്മുടെ ഈ ഒരു ഇപ്പത്തെ ഈ ഒരു കാലത്ത് എന്തെല്ലാമാണ് പല അസുഖങ്ങളും മറ്റു കാര്യങ്ങളും. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണം. ഇതൊക്കെ അവസാന കാലഘട്ടം വരുമ്പോ നമ്മളിങ്ങനെ കാണാത്തതും പലതും നമ്മൾ കാണും. ഇവരൊക്കെ ഈ കൊച്ചു കുട്ടികളൊക്കെ മരിക്കുമ്പോ നമ്മളിങ്ങനെ ആലോചിച്ച് കാണും. ഇത് വെറുതെ അങ്ങോട്ട് പടച്ചോൻ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്ന മാത്രല്ല, ഇത് പടച്ചോൻ വെറുതെ നമുക്ക് കാണിച്ചു തരുന്ന മാത്രല്ല, നമ്മളിങ്ങനെ എടുത്തു നോക്കാണ്, മൊബൈൽ ഫോൺ എടുത്ത് നോക്കുമ്പോ ഈ വാർത്ത കാണുമ്പോ ഹൃദയത്തിലൊന്ന് കൈ വെച്ചിട്ട് മോനെ ചിന്തിക്കണം. എന്തെന്നറിയോ പടച്ചോനെ, അസ്റാഈൽ ചെറിയ മക്കളെയും പിടിക്കുന്നുണ്ട്, എന്റെ റൂഹിനൊക്കെ എപ്പോഴാ പിടിക്കുക എന്നൊന്ന് ചിന്തിക്കണം. മനസ്സിലായോ? അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. അതിന് വേണ്ടിയിട്ടാണ് അല്ലാഹു തആല ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ണിന്റെ മുമ്പിൽ അല്ലാഹു തആല കാണിച്ചു തരുന്നത്. വെറുതെ എന്ന് വിചാരിച്ച നിങ്ങൾ ഇതൊക്കെ വെറുതെയാണെന്ന് വിചാരിച്ച ഒരുപാട് പഠിക്കാറുണ്ട് ഇതിനകത്തൊക്കെ. അല്ലാഹു തആല ബോധം നൽകട്ടെ.